ശ്രീലങ്ക കറങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൈക്ക് റെൻ്റിന് എടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ പോലെയല്ല, ഇതിനു മുമ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ തായ്ലൻഡ് ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും ഈവൻ നേപ്പാൾ ആണെങ്കിൽ പോലും അവിടെ ബൈക്ക് അല്ലാതെ സ്കൂട്ടർ റെൻറ്റിന് എടുക്കാൻ നേരം നമുക്ക് ചീപ്പായിട്ടാണ് കിട്ടുന്നത്. ഒരു പെർ ഡേ നമുക്കൊരു 400, 500 അതിനൊക്കെ ഉള്ളിലേക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റ് കിട്ടുന്നത് ഹോണ്ട നാവി എന്ന് പറഞ്ഞ ഒരു ബൈക്ക് പോലെ ഇരിക്കുന്ന ഒരു സ്കൂട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഇത് തന്നെ ഒരു ദിവസത്തേക്ക് $8 അവർ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള അത് ഹോണ്ട ഡിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് കൂടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ്. അതായത് ഞാൻ യാത്രയ്ക്ക് മുമ്പ് ഒരുപാട് പേരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തപ്പോഴൊക്കെ റേറ്റിൻ്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. കാര്യം മിക്ക വണ്ടികളും ഇവർ ഒരുപാട് ടാക്സ് ഒക്കെ കൊടുത്തിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ആൾട്ടോ നമുക്ക് അവിടെ ഒരു 7 lakhനൊക്കെ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ എൻഡ് വേർഷൻ 7 lakhനൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ അതേ സെയിം നമ്മുടെ റുപ്പീസിൻ്റെ മൂല്യം കണക്കാക്കിയാൽ പോലും ഇവരതൊരു 12-13 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്നത്. അതേപോലെ 2 വീലറിൻ്റെ കാര്യം. അപ്പോൾ ആ കാര്യം പറഞ്ഞ് ഇവർ റെൻറ്റ് ഭയങ്കരമായിട്ടാണ് നമ്മളവിടുന്ന് മേടിക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ചപ്പോൾ ഇവിടെ പിക്മി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, നമ്മുടെ ഊബർ പോലെയൊക്കെ പോലത്തെ. അപ്പോൾ ഒരു ദിവസം $8 എന്നുള്ള കണക്ക് കൂട്ടിയിട്ട് ഞാൻ പിക്മിയിൽ എനിക്ക് പോകേണ്ട സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പിക്മിയാണ് കുറച്ചും കൂടി കാശ്, അതായത് നമുക്ക് മണി സേവ് ചെയ്യാൻ വേണ്ടി പിക്മിയാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഈ പിക്മിയിൽ നമുക്ക് ബൈക്ക് ഉണ്ട്, നമുക്ക് ബൈക്ക് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊളംബോയിലെ ട്രാഫിക്കിൽ നിന്നൊക്കെ ഒഴിവായി നമുക്ക് ബൈക്ക് അതെടുക്കാം.